നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആനന്ദ് നീലകണ്ഠൻ രചിച്ച നളന്റെ ദമയന്തി എന്ന ശബ്ദനാടകം. പർവം 1. സുവർണ പതംഗം. യുഗങ്ങൾ നീണ്ടുനിന്ന പ്രപഞ്ചനിദ്രയിൽ നിന്നുണർന്നപ്പോൾ തനിക്ക് തെറ്റുപറ്റിയതായി ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു. അമ്പരന്ന് പോയി അദ്ദേഹം. ഒരു വിരൽ ഞൊടികൊണ്ട് ആ തെറ്റ് തിരുത്താൻ ബ്രഹ്മാവ് ഒരുങ്ങിയപ്പോഴേക്കും ഹേമാങ്കൻ വിലക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു. എന്നെ വിടൂ പക്ഷി. യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. എന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അവസാനത്തേത് ജുഗുപ്സാവഹമായിരിക്കും. ഇങ്ങനെ ഒന്നിനെ സങ്കല്പിച്ചത് തന്നെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അപമാനകരമാണ്. പിതാവേ, അനന്തവും വിശാലവുമായ പ്രപഞ്ചത്തെയാണ് അങ്ങ് സൃഷ്ടിച്ചത്. അതിന്റെ ഒരു മൂലയിൽ മങ്ങിയ ഒരു കൊച്ചു നീല ബിന്ദുവിനെയും അങ്ങ് കുടിയിരുത്തി. ഭൂമിയിൽ നീ വായുവിനെ സൃഷ്ടിക്കുകയും അതിൽ സ്നേഹത്തിന്റെ ഒരു തുള്ളി കലർത്തുകയും ചെയ്തു. അതാകട്ടെ എല്ലാറ്റിനെയും മാറ്റിമറിച്ചു, ജീവൻ കിളിർത്തു. നിന്റെ കൺതിളക്കത്തിൽ നിന്ന് വസന്തമാഗതമായി. അങ്ങ് സ്നേഹഗീതം ആലപിക്കാൻ കുയിലുകളെയും വർഷകാലത്തെ സ്വാഗതം ചെയ്യാൻ മയൂരങ്ങളെയും മാമ്പൂക്കളുടെ ഗന്ധമാവായിക്കാൻ തെന്നലിനെയും പ്രാപ്തനാക്കി. പാരിജാതവും സപ്തവർണിയും ചെമ്പകവും കദംബവും അടക്കം സുഗന്ധവാഹികളായ എത്രയോ പുഷ്പങ്ങളെ അങ്ങ് സൃഷ്ടിച്ചു. പൂക്കളെയും മൃഗങ്ങളെയും തരുനിരകളെയും ഉദ്ഭവിപ്പിച്ചു. ഭൂതഭാവി വർത്തമാനങ്ങളുടെ 3 ശിരസുകളും ചലിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, കഷ്ടം. എന്റെ അവസാനത്തെ സ്പർശമാകട്ടെ. അതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്പർശത്തെ സൂചിപ്പിച്ചു. മനുഷ്യർ അതുല്യരാണ്. എന്നെ അപമാനിക്കാതിരിക്കൂ, നികൃഷ്ടരായ ജീവികൾ. ഹേമാങ്ക, അവരെന്നെ വെറുപ്പിക്കുന്നു. ഈ ഗർഭിണിയരായ ജന്തുക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ബ്രഹ്മാവ് തന്റെ കൈകൾ വീശിയപ്പോഴേക്കും എന്തിനെയാണോ സംസ്കാരമെന്ന് മനുഷ്യർ പേരിട്ടത്, ആ ഒരു ദൃശ്യം തെളിഞ്ഞു കാണാറായി. ആ വിഡ്ഢികളെ സൂക്ഷിച്ചു നോക്കൂ. ഒരു ദേവാലയത്തിന് മുന്നിൽ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു. അല്പം മുന്നോട്ടാഞ്ഞ് ഹേമാങ്കൻ സൂക്ഷിച്ചു നോക്കി. നൃത്തം ചെയ്യുന്ന ആ മനുഷ്യർ അവരുടെ ചർമ്മത്തിൽ സൂചികൾ തറച്ചിരുന്നു. ചിലരാകട്ടെ കവിളുകളിലൂടെ ചെറിയ തൃശൂലങ്ങൾ തറച്ചിരിക്കുന്നത് ഹേമാങ്കൻ കണ്ടു. മറ്റു ചിലർ മന്ത്രങ്ങൾ ഉച്ചരിച്ചും ദൈവത്തെ പ്രകീർത്തിച്ചും മണ്ണിൽ ഉരുളുകയായിരുന്നു. ഇനി ഇത് നോക്ക്. വായിൽ തികട്ടി വന്ന അസഭ്യത്തിന് ബ്രഹ്മാവ് ക്ഷമയാചിച്ചു. സന്യാസി ഒരുത്തൻ തല കീഴായി നിന്ന് എന്തോ ചിലത് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരുവൻ ഒറ്റക്കാലിൽ നിന്ന് എന്തൊക്കെയോ അസംബന്ധങ്ങൾ പിറുപിറുക്കുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ തെളിഞ്ഞപ്പോൾ ഈ വിധം ഞാണിന്മേൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഹേമാങ്കന് കാണാൻ കഴിഞ്ഞു. എന്താണ് അവർ ചെയ്യുന്നത്? അവരെന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇനി ഈ വിഡ്ഢികളെ നോക്കൂ. ബ്രഹ്മാവ് കണങ്കയൊന്ന് ചലിപ്പിച്ചപ്പോൾ രംഗം മാറി. ഇപ്പോൾ ഭൂമിയുടെ മറ്റൊരു ഭാഗമായിരുന്നു ദൃശ്യത്തിൽ. ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അവളുടെ ചോരയ്ക്ക് വേണ്ടി പിന്നാലെ പായുന്നു. അവൾ എനിക്കെതിരെ സംസാരിച്ചു. അപ്പോഴേക്കും വികാരം വ്രണപ്പെട്ട ആളുകൾ അവളെ തല്ലിക്കൊല്ലുകയാണ്. അതും എല്ലാം എന്റെ പേരിൽ. ശരിയാണ്, അവരിൽ ചിലർ ഭ്രാന്തന്മാരായിരിക്കാം. എന്നെ മനസ്സിലാക്കാൻ ഇവർ ഓരോരുത്തരും ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ പേരിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഈ ജീവികൾ ഒരു ശല്യമായി തുടങ്ങി. ഒരു സ്വസ്ഥതയും തരുന്നില്ല. ഉറങ്ങാൻ പോലും അവരെന്നെ അനുവദിക്കുന്നില്ല. എനിക്ക് അത് തരൂ, ഇത് തരൂ എന്ന് പറഞ്ഞു നിർത്താതെ അവരെന്നെ പിന്തുടരുകയാണ്. എനിക്ക് മതിയായി. ഇവറ്റകളുടെ ശല്യം മൂലം എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും ആവുന്നില്ല. അങ്ങ് ഏറെ യുഗങ്ങളായി ഉറങ്ങുകയായിരുന്നില്ലേ? ഞാൻ നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. വിരൽ ഞൊടിച്ച് മനുഷ്യകുലത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ബ്രഹ്മാവ് വീണ്ടും ഒരുങ്ങുമ്പോഴേക്കും ഹേമാങ്കൻ തടഞ്ഞു. അയ്യോ, അരുതേ. ഹേമാങ്ക, നിനക്കെന്റെ വേദന മനസ്സിലാവില്ല. ഇവരുടെ ഈ നിലയ്ക്കാത്ത യാചന എന്റെ സ്വപ്നങ്ങളെപ്പോലും വേട്ടയാടാൻ തുടങ്ങി. Sample complete. Ready to continue?